തന്നെയാണ്. ഏതായാലും സുധാകരൻ ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണം എന്നാണ് അറിയേണ്ടത്. ശരി, വ്യക്തമാണ്. ആന്റണി ജോർജാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്. യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് റിമാൻഡിൽ. 2 അഭിഭാഷകർ തമ്മിലുള്ള പ്രശ്നത്തിൽ തന്നെ വലിച്ചിഴച്ചുവെന്ന് കോടതിയിൽ ബെയിലിൻ പ്രതി ജാമ്യത്തിന് അർഹനല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ മാസം 27 വരെ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം ബെയിലിൻ ദാസിന്റെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ യുവ അഭിഭാഷക ശ്യാമിലയെ മർദ്ദിച്ച കേസിൽ പ്രതി സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയില്ല. ബെയിലിൻ ദാസിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തു. പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. അതേസമയം ബെയിലിൻ ദാസിന്റെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. ജാമ്യം നൽകരുതെന്നും ഗുരുതരമായ കുറ്റമാണ് ബെയിലിൻ ദാസ് നടത്തിയതെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പ്രകോപനമുണ്ടാക്കിയത് യുവ അഭിഭാഷകയാണെന്ന് പ്രതിഭാഗം വാദിച്ചു. ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ജാമ്യ ഹർജിയിൽ പ്രാഥമിക വാദം മാത്രമാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി കേട്ടത്. ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ അനാവശ്യമായി തന്നെ വലിച്ചിഴച്ചു. അതിനിടയിലുണ്ടായ സംഭവത്തെ പർവ്വതീകരിച്ചു. തീർത്തും ഓഫീസ് സംബന്ധമായ പ്രശ്നം മാത്രമാണ്. സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ലെന്നും ബെയിലിൻ ദാസ് വാദിച്ചു. അതേസമയം ബെയിലിൻ നിയമത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പ്രതിയാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷമാണ് ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പെരുമ്പാവൂരിൽ കഞ്ചാവ് കേസിൽ